അപ്പം ഗൈസ് ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഡ്യൂഡ് തെഫ്റ്റ് വാർസ് ആണ്. അതിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ വേണ്ട ഈ ഹാക്കിംഗ് ഡിവൈസ് ഇതെല്ലാം കണ്ടുപിടിക്കണം. അല്ല മറ്റേ ശേഷം അവിടെ അല്ല ആദ്യം നമുക്ക് പോലീസ് സ്റ്റേഷനില്ലേ പോകുന്നത്, അത് കഴിഞ്ഞ് ഡെസേർട്ട് ഫാക്ടറി പോകണ്ടേ. ഗൾഫിലോട്ട് പോകുന്നു. നമുക്ക് ആ ഡെസേർട്ട് ഫാക്ടറി പോയാലോ? വണ്ടിയും കൂടി എനിക്ക് അത് കുഴപ്പമില്ല. അതല്ല 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 ഇതിന്റെ സൈഡിലൊന്നും വരായിരുന്നെങ്കിൽ. നമുക്ക് ആദ്യം ഡെസേർട്ട് ഫാക്ടറി പോകാം ഗൈസ്, പെട്ടെന്ന് തന്നെ പോവാം. എടാ അതല്ല ഡെസേർട്ട് ഫാക്ടറി, പിന്നെ ഇത് എടുക്കണ്ടേ? ഗൾഫിലോട്ടോ? നമ്മള് ഗൾഫെത്തി നോക്കിട്ട് ഈ പ്ലെയിനെ പോകാം ഗൈസ്. ഇനി നമ്മൾ ടാറ്റ പറയാം. ആ ഇവിടെയൊക്കെ ഞാൻ വന്നിട്ടുള്ളതാണല്ലോ, ചുമ്മാ ചുമ്മാ വന്നിട്ടേ ഉള്ളൂ. ഇതാണ് വരി. ടാസ്ക് ചെയ്യാൻ വന്നിട്ടില്ല. എന്നാണ് സാധനം, എന്തുവാ എനിക്ക് മനസ്സിലായില്ല. അവൻ്റെ വണ്ടിയിൽ നിന്ന് തന്നെ കളയുമായിരിക്കും. സൂപ്പറല്ലേ നമ്മളെ മുന്നിലോട്ട് പോയത്. അവിടെ ഇവിടെ എങ്ങാണ്ടുണ്ട്, ഈ ഫാക്ടറിയുടെ അടുത്ത് തന്നെയുണ്ട്. ഇപ്പൊ ബോംബ് കണ്ടുപിടിക്കാൻ സാധനങ്ങൾ ഇതെല്ലാം കാണും. ആടോ ഞാൻ കണ്ടു ദേണ്ട കിട്ടി. എടുത്തോ? ആ എടുത്ത് വേണ്ട കളക്റ്റഡ്. ഇപ്പൊ 3 എനിക്ക് ഒരെണ്ണം കിട്ടി. ഈ രണ്ടാമത്തെ പോയി നമുക്ക് എന്താ പറയുക, പോലീസ് സ്റ്റേഷനിൽ പോകണം. പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ഉണ്ട്. പിന്നെ അവൻ നമ്മളോട് പിന്നെ പറഞ്ഞില്ലേ? പറഞ്ഞല്ലേ, അപ്പം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. നീ കണ്ടില്ലേ? നീ ശ്രദ്ധിച്ചില്ലേ? ഇത് അടുത്ത എവിടെയാണോ? അടുത്ത ഈ പോലീസ് സ്റ്റേഷൻ്റെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഓഫീസ് ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്, എനിക്കറിയത്തില്ല ഓഫീസ്. ഗൈസ് നിങ്ങൾക്കറിയാമെങ്കിൽ ഇല്ലേ ഈ പാർട്ട് 1 നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. എനിക്കറിയാം എവിടെയാണ് അത്, ആ സ്ഥലം. ഓഫീസാണോ? ഓഫീസ് സിമ്പിൾ അല്ലേ കണ്ടുപിടിക്കാൻ? ഓഫീസ് ഞാൻ ഇത്ര നേരമായിട്ട് കണ്ടുപിടിച്ചിട്ട് എനിക്കൊന്നും കണ്ടില്ല. ഓഫീസ് സിമ്പിൾ അല്ലേടാ, അതാ അവിടെ തന്നെ ഉണ്ടല്ലോ ഓഫീസ്. എനിക്കറിയാം എവിടെയാണ്. നമുക്ക് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോട്ടെ. അതെ, നമുക്ക് റിപ്പയർ ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. നമ്മുടെ ഈ വണ്ടി പോവാണ്, പക്ഷെ അത് 3000 രൂപ കൊടുക്കണം. അങ്ങനെ ചെയ്യണ്ടല്ലോ, ഇതല്ലേ പിന്നെ റിപ്പയർ. അത് റിപ്പയർ അല്ലല്ലോ. ആണ് അല്ല, നമ്മളിപ്പോ മേലോട്ട് പൊന്താണല്ലേ, നോക്കിക്കേ. അല്ലടാ എനിക്കറിയാം, നീ അങ്ങനെയൊക്കെ പോവാ നേരത്തെ ഇങ്ങനെ ചെയ്യുന്നേ. പോലീസ് സ്റ്റേഷൻ്റെ ഇവിടെ അതൊന്നും വേണ്ടടാ. ഇതെങ്ങനെ ഇരിക്കുന്നേ? ഇത് കണ്ടു? മൊബൈലാണോ ഇത്? ആ ബാബാ, നമുക്ക് ഇനി രണ്ടാമത്തെ ഹാക്കിംഗ് ഡിവൈസ് കിട്ടി. ഇനിയിപ്പോ അടുത്ത എവിടെയാണോ? അടുത്ത ഓഫീസിൽ. പോലീസ് സ്റ്റേഷൻ്റെ അല്ല, ഏതെങ്കിലും ഒരു ഓഫീസിൽ. ഏതെങ്കിലും ഒരു ഓഫീസ്. പച്ചക്കറി ഓഫീസിൽ പോകും. ആ പോടാ, ഒന്ന് മര്യാദക്ക് പറ. കണ്ണിമത്തൻ്റെ ഓഫീസ് ഉണ്ടോ? പിന്നെ ഇങ്ങോട്ട് നീ പറഞ്ഞു എവിടെ? പോട്ടെ അല്ല പിന്നെ നമുക്ക് നമ്മളെ വിഷം ചെയ്ത പോലീസ് പിടിച്ചാണോ? പോലീസിനെ ഇടിച്ചേർപ്പിച്ചു പിടിച്ചു കഴിഞ്ഞ നമ്മളെ പോലീസ് സ്റ്റേഷൻ നമ്മളെ വീട്. ഇവരെന്ത് ഇവൻ ഇനി തെറപ്പിക്കും കേട്ടോ. രണ്ടെണ്ണായില്ലേ? ഇല്ല, എവിടെയാണാ ഇവന്റെ ഓഫീസ്? നമ്മളെ വണ്ടി പോയത്. അത് നിനക്കറിയാമോ ഓഫീസ് എവിടെയാണ്? ഏത് ഓഫീസാ? ഏതെങ്കിലും ഒരു ഓഫീസ്. നമ്മുടെ വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വന്നാ പെട്ടെന്ന് മാറുള്ള. നമ്മുടെ വീട്ടിലേക്ക് അകത്ത് കടന്നാൽ അകത്ത് കിടക്കുവല്ല, അകത്തോട്ട് കയറിയ നമുക്ക് നോക്കട്ടെ. ഓഫീസാണെങ്കിൽ ഓഫീസ് ഇവിടെ എങ്ങാണ്ടുണ്ടായി. ഇതിന്റെ ഓഫീസ് ഓഫീസ് നോക്കട്ടെ.
ഓഫീസ്. ഇതിൻ്റെ അകത്തൊക്കെ ഞാൻ കയറിയിട്ടുള്ള ആളാ. ഇതൊക്കെ ഇവന്മാർ ചുമ്മാ ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്തിനൊക്കെ അതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഞാൻ കയറിയിട്ടുണ്ട്, ഒരു ബിൽഡിങ്ങിൽ കയറാം, പക്ഷെ അതിൻ്റെ അകത്തൊന്നും ഇല്ല. എന്നാലും അവൻ വെച്ചിട്ടുണ്ടായിരിക്കും. എല്ലായിടത്തും അവൻ്റെ ബൈക്ക് കിട്ടിയോ? അവനോടെ പുതിയ ബൈക്കൊക്കെ കിട്ടിയോ അവന് കേട്ടോ? ഇതിൻ്റെ അകത്ത് നോക്കാം. ചിലപ്പോ ഒളിപ്പിച്ചിട്ടുണ്ട്. ടാക്സി ഇതിനകത്ത് ഓഫീസ് അവിടെ ഇതിൻ്റെ അകത്തൊന്നും ഇല്ല. ഓഫീസിലൊന്നുമില്ല. നീ ഈ ബിൽഡിങ്ങിലാണോ കയറിയത്? ആ ബിൽഡിങ്ങിലായിരുന്നു. അവിടെ നമ്പർ പ്ലേറ്റ് 920. സ്ലാബ് അവൻ പറഞ്ഞില്ലേ സോണിക്സിന്റെ സ്ലാബെന്ന്. ആൾക്കാർ വിളിക്കുന്നത് എൻ്റെ പേരുണ്ട് ഇതിനകത്ത്. മൂന്നെണ്ണം കൂടെ 2 അവിടെ ഒരെണ്ണം കിട്ടിയാൽ മതിയാ. ഇതിൻ്റെ അതിൻ്റെ അത് പൈസയാണ്. അതിൻ്റെ പൈസ ഉണ്ടോ? ഇത് വീടല്ലേ? നോക്കിക്കേ, ഇത് വീടാണോ? അത് വീടാണ്. ഇതിനകത്ത് ഞാൻ കയറിയിട്ടുണ്ടോ ഈ വീഡിയോ? ചുമ്മാ കയറി നോക്കാം. ഇതിനകത്ത് ഒരു ഓഫീസ് ഉണ്ട്, എനിക്കറിയാം. പ്രോഗ്രസ് ഇതാണ് നമ്മൾ പ്രോഗ്രസ് ചെയ്ത്. അപ്പൊ നമ്മളിവിടെ മൊത്തം കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമ്മുടെ വണ്ടി തെറിപ്പിച്ചോണ്ട് ഒരുത്തൻ പോയിരിക്കുവാണ്. അപ്പൊ നമുക്ക് ഗൈസ് ഇപ്പം വണ്ടി കയറിക്കൊണ്ട് പോവാം. നമ്മളെ വണ്ടി മൊത്തം പിച്ചക്കാരൻ വണ്ടി പോയി മൊത്തം പോയി. നമ്മളെ വണ്ടി ഫ്രണ്ടിൽ 3000 രൂപ കൊടുക്കണം. നമ്മുടെ അല്ലേ ഇത്? നമ്മുടെ അല്ല, അവൻ്റെ അത് കുഴപ്പമില്ല. നമുക്ക് പുതിയ വണ്ടി ഉണ്ടല്ലോ, അതൊന്നറിയാലോ. മലയാളം അവിടെ ഉണ്ട്. ഇവന്റെ ആ വീട് അടുത്ത് തന്നെ. ഡാൻസ് ചെയ്തോണ്ടിരിക്കും. ഇവന്റെ ഹാക്കിംഗ് ഡിവൈസ് കൊടുക്കാം, നോക്കാം. You found them all. Now let's see if I can build this. എന്താണ് പറയുന്നത്? There you go, build. Oopsie. It doesn't have the supercharged ultra mega nuclear power batteries. Yeah, it requires special batteries. I did not made it up just now. I can get them, but I need $3,000 for them. എടാ അതിൻ്റെ അതില്ലേ അത്ര ചാർജ് ഇല്ലെന്ന്. അതിനു വേണ്ടിയില്ലേ സൂപ്പർ അൾട്രാ ബാറ്ററി വേണം. അതിനു വേണ്ടി ഇവന്റെ കയ്യില്ലേ 3000 രൂപ കൊടുക്കണം. $3000. Go and come back when you have the cash. There is a lot you can do to collect the cash, like playing basketball, drive a taxi, or sell cars. I have heard you can find lying around in places too. Dudes here are actually cute rich. They keep throwing money all around. Now go come back with the money. എടാ അവൻ പറഞ്ഞില്ലേ 3000 രൂപയായിട്ട് കൊണ്ടുപോയി എങ്ങനെയെങ്കിലും വരണമെന്ന്. നമ്മുടെ ബാസ്കറ്റ് ബോളോ അല്ലെ ടാക്സിയില്ലേ അങ്ങനെയൊക്കെ നമ്മളെ വർക്ക് ചെയ്ത് ഇതുകൊണ്ട് അവിടെ നമുക്ക് എപ്പോഴും അല്ല 1000 ഉണ്ട്. 902 ഉണ്ട്. എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. അല്ലെങ്കിൽ കാർ വേണ്ട. ഇവന്റെ കാർന്ന് മേടിച്ചു പോയിക്കടാ, വിറ്റ് വെക്കാല്. എന്നാ വേണ്ട ബ്രിങ് 3000 to Kirill. ഇവന്റെ ആദ്യം പോട്ടെ. ഒന്നായി പോലീസ് നമ്മുടെ പുറകെ പോന്നിരിക്കും. മലയാളം എവിടെയാണ് വണ്ടിയുള്ള? നീ നമുക്ക് ആ വണ്ടിയിൽ നിന്ന് വിട്ടു വെക്കാല്. ഏത് മലയാളം അവിടെ? വണ്ടിന് വെക്കില്ലോ, എന്നെ ആദ്യയില്ലേ നമുക്ക് ഇവന്റെ അടുത്തോട്ട് പോവാ, അവന്റെ പൈസ എടുത്തോട്ട് പോയാല്. അതല്ല ഞാൻ ഒരു ദിവസം പറഞ്ഞത്. എടാ നമുക്ക് ഇവിടെ ഒരു പൈസ ഉണ്ടെന്നൊക്കെ ഞാനൊന്നും കാണിച്ചില്ല. എനിക്കറിയാം ഇവന്റെ കയ്യൊക്കെ പൈസ ഉണ്ടെന്ന്. ഞാൻ നേരത്തേക്ക് ഇവന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ളത്. എടാ അവിടെ നിന്നല്ലേ കയറി നീങ്ങതാ, ഞാൻ കയറിത്തരാം. എടാ എനിക്ക് കുറച്ച് അയക്കും. ഇവിടെ അങ്ങനെ ഇറങ്ങുന്നത് എടാ ചിലവർ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോടാ? അവിടെ ഇവിടെ നിന്നുണ്ടല്ലോ ഒരു വണ്ടി എടുത്തോണ്ട് പൊങ്ങി വന്നിട്ടുണ്ടല്ലോ ഇവിടെ നിന്ന് എടുക്കുന്നത്. ഞാൻ അങ്ങനെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കട്ടെ. എടാ ഇതിന്റെ പൊക്കത്തും ഉണ്ട് കേട്ടോ.
അതേണ്ട ഇവൻ്റെ പൈസ ഇരിക്കുന്നു. അവൻ അങ്ങോട്ട് നോക്കിക്ക്. എടാ അവനെ അടിക്കാൻ പറ്റത്തില്ല. അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് നമുക്ക് എനിക്കറിയാം. എടാ പിന്നെ താഴോട്ട് പോവല്ലേ. എടാ താഴോട്ട് പോയില്ല പിന്നെ വേറെ സ്ഥലത്തുണ്ട് പൈസ. ആ അതെ അവിടെയില്ല. നിക്ക് എടാ പൊക്കത്ത് അവിടെയില്ല. അവിടെ നിർത്തി അടിക്കും. അങ്ങോട്ട് അടിക്കും. നമുക്ക് 1000 രൂപയായി. 1007. എടാ ഒരെണ്ണം കൂടെ ഉണ്ട് പൈസ. എവിടെ? കുറച്ച് ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ പൈസ. ഒരു പൈസ പോലും നമ്മൾ ഇന്ന് കളയാൻ പാടില്ല. എവിടെ? ആണ്ട എടാ നോക്കടാ അവിടെ കണ്ടോ? അതൊന്നും അല്ലടാ. എടാ പുല്ലാടാ ഇത്. അതുമില്ലല്ലേ നീ ഇത് പറഞ്ഞില്ല. അതുമില്ലല്ലോ. അതല്ല ഞാനാണോ അതാ കാണിച്ചത്. പക്ഷെ മാറിപ്പോ 1020 ആയി. കണ്ടോ? എടാ വണ്ടി മേടിക്കടാ. വണ്ടി താണ്ട അപ്പുറത്ത് കിടക്കുന്നു. ചുമ്മാ പോയാണ്ടല്ലോ. ഓടി ഇതിനെക്കാളും വലിയ സ്പീഡുള്ള വണ്ടി ഉണ്ട് കേട്ടോ. മലയാളം ഇതെന്താണ് ഇത്രയും പെട്ടെന്ന് സമയം പോകുന്നു? 11 വീണ്ടേ ഇപ്പൊ തന്നെ. ആണോ? നമുക്ക് എടാ ഇനി എൻ്റെ പൊന്നെ ഇനി നമുക്ക് ഡോളർക്ക് ഒന്ന് വെള്ളത്തിൽ പോവായിരുന്നു ഇവൻ. എനിക്ക് ഇനി അടുത്ത് എടാ എനിക്കറിയാടാ ഒരു 3 പേരല്ലേടാ പിച്ചക്കാരൻ പോലെ ഇരിക്കുന്നത്. ഒരു സൈൻ ബോർഡ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇവിടെ എങ്ങാണ്ട ഇമാരെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു കാർഡ് ബോർഡ് ഒക്കെ വെച്ചിരിക്കുന്നു. അവിടെയൊക്കെ കുറെ പൈസ ഉണ്ട്. അതിൻ്റെ അത് അവൻ്റെ ഒക്കെ എടുത്തോണ്ട് പോകും. അതെനിക്കറിയാം. മലയിലോട്ട് പോകും. അയ്യോ എടാ നീ എന്താ ഓർക്കുന്നത്? നമ്മുടെ മറ്റേ ആ മലയുടെ ആ കുഴിക്കകത്തുള്ളതാണെന്ന്. അല്ലല്ല അതല്ല ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു. വേണ്ട ആ സൂപ്പർ കാർ വഴി നീ എവിടെയാണ് പൈസ? പക്ഷേ ഇതിവിടെ നിക്ക് പൈസ എവിടെയാന്ന് നോക്കടാ. ഞാൻ മലയുടെ ഇവിടെ അല്ലല്ലോ കേട്ടോ. എനിക്ക് ആ സൂപ്പർ കാറൊന്നും ഞാൻ ഓടിച്ചോട്ടെ. എടാ നിങ്ങൾ ആണ്ട്രാ ഇത്രയും മിനിറ്റായി. എനിക്ക് അടുത്ത പാട്ട് 3 ഉണ്ടാക്കിയത്. അപ്പം ഗൈസ് അപ്പം നമ്മുടെ ഈ പാർട്ട് 2 ഇത്രേ ഉള്ളായിരുന്നു. അപ്പം ഇനി നമ്മൾ പാർട്ട് 3 നമുക്ക് ഇനി 3000 രൂപ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ നോക്കാം. അടുത്ത് നമുക്ക് ടാക്സി ഉണ്ടാക്കിയിട്ട് ടാക്സി നമുക്ക് ചെയ്യാം. അപ്പം ഗൈസ് അപ്പം ഇന്നത്തേക്ക് ഇത്രയും. ബൈ ഗൈസ്. അപ്പം നമുക്ക് പാർട്ട് 3 കാണാം.